ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഉണ്ണിയപ്പ ചട്ടിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ബോൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ മൊസാറല്ല ചീസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് വൈറ്റ് സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം. ഇത് ബട്ടറിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മൈദയുടെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് ചെറിയ തീയിൽ ഇത് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് വേണം നമുക്കിതിലേക്ക് പാല് ചേർക്കാൻ. മൈദ ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. 240 ml കപ്പിൽ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പാലും മൈദയും ഒക്കെ കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് 2-3 നുള്ളി ഉപ്പ് ചേർക്കാം. ഈ മൈദയും പാലും കൂടി മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് കുറുകി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ മൈദ നന്നായിട്ട് കട്ടിയായിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. തിളച്ച് കഴിഞ്ഞ് 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഇത് നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുള്ളത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഞാനിവിടെ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളിയാണെങ്കിൽ ഒന്നിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. ഇതൊന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. ആ സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ capsicum ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. capsicum ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തന്നെ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം കൂടുതൽ സമയം വഴറ്റണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അല്പം കുരുമുളകും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ചേർത്താൽ മതി. അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിത് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചിക്കനാണ്. ഒരു 100 ഗ്രാം ചിക്കൻ മാത്രമേ ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഈ മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് സോസിലേക്ക് ചേർക്കണം. വൈറ്റ് സോസ് ഇവിടെ ഒന്നുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിനേക്കാളും നല്ല കട്ടിയായിട്ടുണ്ട്. ഈ വൈറ്റ് സോസിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയ ഈ ചിക്കൻ മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മസാലയും വൈറ്റ് സോസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്. അത് ഞാനിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡിൻ്റെ പീസാണ്. ഞാനിവിടെ 10-12 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം മുഴുവൻ ബ്രെഡും. അതല്ലെങ്കിൽ സൈഡ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. റൗണ്ടിൽ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ മുഴുവൻ ബ്രെഡും റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വരെ ബട്ടറും കൂടി മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ബോൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിൻ്റെ എല്ലാ കുഴിയിലും നമുക്ക് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ ബ്രെഡ് പീസും ഈ കുഴിയിലേക്ക് ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ഈ കുഴിയുടെ അതേ രൂപത്തിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഓവനിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിൽ വെച്ചിട്ട് ഇത് ചെയ്താൽ മതി. ഇനി നിരത്തി കൊടുത്ത ഓരോ ബ്രെഡിൻ്റെ ഉള്ളിലും ബട്ടർ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എല്ലാ ബ്രെഡിൻ്റെ ഉള്ളിലും നന്നായിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഒരു സ്പൂൺ വെച്ചിട്ട് ഓരോ ബ്രെഡിൻ്റെ ഉള്ളിലും വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ബ്രെഡിൻ്റെ ഉള്ളിലും മസാല വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡിൻ്റെ മുകളിലും മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഏകദേശം ഓരോന്നിൻ്റെയും മുകളിൽ 1/2 ടേബിൾ സ്പൂൺ വരെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഈ ചീസ് നന്നായിട്ട് മെൽറ്റാവും. മാത്രമല്ല നമ്മൾ വെച്ചിരിക്കുന്ന ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. ചെറിയ തീയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ, തീ കൂട്ടി വെക്കരുത്, ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ചീസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ബ്രെഡ്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ബോൾസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉണ്ണിയപ്പ ചട്ടിയിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇരുമ്പിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്യാം. അതും വളരെ നല്ലതാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള മസാലയാണ് ഇരിക്കുന്നത്. വൈറ്റ് സോസ് മിക്സ് ചെയ്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല. പുറം ഭാഗമാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. മുകളിൽ മൊസറല്ല ചീസിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയാനില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്